Hi friends, welcome to Simis Nadan kitchen. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ടുള്ള ഫിഷ് മോളിയാണ്. ഇത് നമുക്ക് അപ്പത്തിന്റെ കൂടെയും ബ്രെഡിന്റെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ നല്ല ഒരു ഡിഷാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു 400 ഗ്രാം മീനാണ് എടുത്തിരിക്കുന്നത്. ഇത് പിലോപ്പിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല മാംസമുള്ള മീനാണ് കൂടുതലും നല്ലത്. അപ്പോൾ ഇതുപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അത് വലിയ പീസിനെയൊക്കെ ഒന്ന് വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്നുള്ളൊരു വീഡിയോ അത് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മീൻ പൊള്ളിക്കുന്നതുണ്ടല്ലോ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിക്കോളാം. ഈ പിലോപ്പി വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്ന് കേട്ടോ. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത് തരിയോടുകൂടി പൊടിച്ചതാണ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, 1 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീര്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. ഇതുപോലെ ഇതിൻ്റെ അകത്ത് മുളക് പൊടി ചേർക്കുമ്പോൾ അധികം ചേർക്കേണ്ട കേട്ടോ, കുറച്ച് ചേർത്തേച്ചാൽ മതി. ഇതുപോലെ പരട്ടിയതിന് ശേഷം ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഈ മീൻ കറി തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് 1-ാം പാലും 2-ാം പാലൊക്കെ എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 പാല് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിന് ഞാൻ 1.5 കപ്പ് തേങ്ങ ചിരക്കിയത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. വീണ്ടും ഒരു 1/2 കപ്പ് കൂടെ ഒഴിച്ചു കേട്ടോ. പിന്നെ അത് 1 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചേക്കുന്നത്, ചെറു ചൂടുവെള്ളമാണ്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെ അരച്ചതിന് ശേഷം ഇതൊന്ന് അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കാം. ഇത് നന്നായിട്ട് പിഴിഞ്ഞ് തന്നെ എടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ തേങ്ങാപ്പാൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തേങ്ങയിൽ നിന്ന് പാല് ഫുള്ളായിട്ട് തന്നെ പോന്നോളും. ഇങ്ങനെ പിഴിഞ്ഞെടുത്ത് ഇതിനെ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് മിക്സിയിലിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതും വീണ്ടും ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം ഞാൻ അതിലേക്ക് തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത്. ഇത് ഫുള്ളായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കണം. ഇനി ഇത് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യമേ ഒരു തവ ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണതാണ് കേട്ടോ. അപ്പോൾ ഇതിന് വെളിച്ചെണ്ണ തന്നെയാണ് വേണ്ടത്. എണ്ണ ചൂടായതിനു ശേഷം മീനിൻ്റെ കഷ്ണം ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരുപാട് മൂക്കണ്ട, ഇതൊരു ഹാഫ് കുക്കായി അയച്ചാൽ മതി കേട്ടോ. ഇതിങ്ങനെ ഫ്രൈ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ഇത് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് തീ കൂട്ടി വെക്കേണ്ട, ഒരു മീഡിയം ഹീറ്റിൽ ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. ഇതിപ്പോൾ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിടാം. അപ്പോൾ ഇത് ഒരുപാട് മൂത്ത് ഭയങ്കര ഡ്രൈ ആയിട്ടൊന്നും ആകണ്ട, ചെറുതായിട്ടൊന്ന് മൂത്താൽ മാത്രം മതി. ഇത് നമുക്കിത് കറി വെക്കുമ്പോൾ ഉടഞ്ഞു പോകരുത്, അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഫ്രൈ ചെയ്യുന്നത്. ഇത് എല്ലാ പീസസും ഇതുപോലെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ മീൻ 2 വശവും മൂത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെയാണ്. ഒരുപാട് കരിഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല, അതായത് വെന്തിട്ടുമുണ്ട്. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കാൻ വെക്കാം. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് മീൻ വറുത്ത ആ സെയിം എണ്ണ തന്നെയാണ് കേട്ടോ. അതൊഴിക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കേണ്ടത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് അത് ഇതിലേക്ക് ചേർക്കാം. ഇത് ഒരുപാട് മൂത്തൊന്നും പോകണ്ട, ഇതിൻ്റെ ഒരു പച്ച മണം പോയാൽ മാത്രം മതി. ഇതിലേക്ക് പച്ചമുളക്, ഇതൊരു 5 പച്ചമുളക് ഉണ്ട് കേട്ടോ. അപ്പോൾ അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് തന്നെ ചേർത്തോളുക. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള വെച്ചെടുത്തത്, ഇത് ഞാനിതൊരു സ്ക്വയർ പീസായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഈ സവാള ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി. ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വഴറ്റുന്ന പോലെ ഒരുപാടൊന്നും വഴന്നൊന്നും പോകണ്ട. ഇതിലേക്ക് കുറച്ച് ഉപ്പ്,
സവാള നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്, അതും ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. ഇപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന ക്യാരറ്റും ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം. പകുതി ഒഴിച്ചാൽ മതി. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ക്യാരറ്റ് ഇതിൽ പാലിൽ കിടന്നിട്ട് ഒന്ന് വെന്ത് വരണം. ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിനുശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്ന ആ ഗ്രേവി ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ എടുത്തിരിക്കുന്ന തേങ്ങാപ്പാലായതുകൊണ്ട് പിരിഞ്ഞൊന്നും പോകത്തൊന്നുമില്ല. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. കറിവേപ്പില ചേർക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നാൽ മാത്രമേ ഇതിലേക്ക് ആ കറിവേപ്പിലയുടെ മണം ഇറങ്ങത്തുള്ളൂ. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇച്ചിരി സമയം ആയിട്ടുണ്ട്, എന്തായി നോക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് ഒന്ന് ചതച്ചെടുത്തതാണ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാൽ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കണം. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കുമ്പോൾ ഒരുപാട് കുത്തി ഇളക്കാൻ പാടില്ല. ഒന്ന് പതുക്കെ മീനിൽ തൊടാണ്ട് ഒന്ന് പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. ഒരുപാട് നേരം ഇളക്കി കഴിഞ്ഞാൽ മീനൊക്കെ ഉടഞ്ഞു പോകും കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പം ഞാനിപ്പോൾ മീനിൽ തൊടാണ്ടാണ് ഇത് ഇളക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു കറി ചേർക്കുന്നുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്തേച്ചാൽ മതി കേട്ടോ. ഇത് കശുവണ്ടി അരച്ചെടുത്താട്ടോ. ഇതൊരു 10 കശുവണ്ടി ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചു. അതിനുശേഷം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് കണക്കി അരച്ചെടുത്താട്ടോ. അത് ഞാൻ ഇതിലേക്ക് ഒഴിക്കണേ കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് കൂടെ ചേർക്കുവാണെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ കറി ഒന്ന് കുറുകാനും നല്ലതാട്ടോ ഇതുപോലെ. ഇനി ഞാൻ ചേർക്കുന്നത് കുറച്ച് തക്കാളിയാണ്. നല്ല പഴുത്ത തക്കാളി. അത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മീൻ ഓൾറെഡി വെന്തതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചേർത്തിരിക്കണ ഈ മസാലയൊക്കെ ഒന്ന് വെന്ത് വരണം, അത്രയേ ഉള്ളൂ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഇളക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ പതുക്കെ ഇളക്കി കൊടുത്തേച്ചാൽ മതി. മീനയിൽ മുട്ടാതെ വേണം ഇളക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തല്ലോ. അതിന് ശേഷം ഇനി ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മാത്രം ഇതൊന്ന് തിളച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും ചേർക്കണ്ട. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുന്നത് സ്റ്റൗ ഓഫ് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്കാട്ടോ. ഇതുപോലെ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ കറി ഇരിക്കുന്തോറും കുറുകി വരും കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലും കശുവണ്ടി പേസ്റ്റൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് അത് നന്നായിട്ട് കുറുകി വരും. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഈ കറി കഴിക്കാനായിട്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഫിഷ് മൂടി. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.